ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ റെക്കോർഡുകളുടെ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പണ്ടത്തെ വീഡിയോ ആണ്, വീഡിയോയുടെ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു മാല, അതായത് വേസ്റ്റ് കാർട്ടൺസ് പേപ്പറുകൾ കൊണ്ട് ഒരു 14 അടിയോളം വലിപ്പത്തിലാണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് റെക്കോർഡുകൾ, അതായത് ലിംക റെക്കോർഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഈ ഒരു മാലയാണ് ഞാൻ ലിംക റെക്കോർഡിന് അയച്ചു കൊടുത്തത്. അപ്പോൾ അവരുടെ ഒരു സജഷൻ ആയിരുന്നു ഈ ഒരു വലിപ്പം, അതായത് ഒരു 14 അടി എന്ന് പറയുന്ന ഒരു റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റിയൊരു അളവല്ല. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനൊരു സജഷൻ നമുക്ക് ലിംക ടീമിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നേരെ ഞാനിത് 50 അടിയിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് ഇത് ഓരോന്നും ബീഡ്സുകളായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പേപ്പർ ജ്വല്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പേപ്പർ കൊണ്ട് നമ്മൾ ബീഡ്സ് ഉണ്ടാക്കി മാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് ഈ ഒരു ജ്വല്ലറിയും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബീഡ്സിൻ്റെ എണ്ണം ഞാൻ കൂട്ടി, എന്നിട്ടത് ഒരു ചരടിൽ കോർത്തെടുത്തിട്ട് നമ്മൾ ഇത് ഡിസ്പ്ലേ വെച്ചത് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ തൂക്കിയിട്ടായിരുന്നു ലിംകയ്ക്ക് അയച്ചു കൊടുക്കാൻ നമ്മൾ ഡിസ്പ്ലേ വെച്ചത്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ നമ്മൾ തൂക്കിയിട്ടപ്പോൾ ഏകദേശം ഒരു 5 നിലയോളം വലിപ്പത്തിൽ ഈ ഒരു 50 അടിയുള്ള മാല ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2.5 അടിയുള്ള ജിംക, അങ്ങനെ ഒരു സെറ്റായിട്ട് ജ്വല്ലറി സെറ്റായിട്ടാണ് നമുക്ക് ലിംകയിലേക്ക് നമ്മൾ ഈ ഒരു എൻട്രി കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ലിംക റെക്കോർഡ് കിട്ടുകയും ലിംകയുടെ ആ വർഷത്തെ പുസ്തകത്തിൽ, അതായത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ഒഫീഷ്യൽ പുസ്തകത്തിൽ നമ്മുടെ ഈ ഒരു പിക്ചർ അടക്കം നമ്മുടെ റെക്കോർഡ് ഡീറ്റെയിൽസ് വരികയും ചെയ്തായിരുന്നു. 2016 നമുക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുന്നത്. അന്ന് പലരും ഇത് ഗിന്നസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കുകയുണ്ടായി ഈ റെക്കോർഡ്. കാരണം ഈ ഒരു ലിംകയെ പറ്റി അധികം ആരും കേട്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് ലിംകയാണോ എന്നുള്ളൊരു ചോദ്യം വന്നായിരുന്നു. അപ്പോൾ ആ ചോദ്യം വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഗിന്നസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആഗ്രഹം വന്നു. ഗിന്നസിലേക്ക് നമ്മൾ സെയിം തന്നെ എൻട്രി കൊടുത്തു. പക്ഷേ ഗിന്നസുകാർ നമുക്ക് ഈ ഒരു എൻട്രി അവർ സ്വീകരിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റേത് വർക്ക് എന്നുള്ളൊരു ചിന്തയിൽ നിന്നും നമ്മൾ പേപ്പർ റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് പേപ്പർ ഡോളുകൾ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നതും അങ്ങനെ പേപ്പർ ഡോളുകൾ ചെയ്തു. അതിന് നമുക്ക് അത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പുറത്താണ് നമുക്ക് ആ റെക്കോർഡ് കിട്ടുന്നത്. ആ റെക്കോർഡ് നമുക്ക് 2017 കിട്ടുന്നത്. അപ്പോൾ അതൊരു സക്സസ് ആയിരുന്നു. അങ്ങനെയാണ് റെക്കോർഡുകളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഇനി അതിൻ്റെ സ്റ്റോറീസ് നമുക്ക് വഴിയെ കൂടുതലായിട്ട് പറയാം കേട്ടോ. ഓക്കെ.